ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു ചെറുപഴം ജ്യൂസിൻ്റെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ പഴുത്ത ചെറുപഴമാണ് ഇതിന് വേണ്ടത്. ചെറുപഴം നാലിപ്പൂവൻ. അത് ഞാൻ നല്ല പഴുത്ത് 5-6 പഴം ഇരുന്ന് അപ്പോൾ അതിനൊരു ജ്യൂസ് അടിച്ച് ഒരു വീഡിയോ പിടിക്കാൻ വിചാരിച്ചിട്ട് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇവിടെ അങ്ങനെ ഞാൻ ഒരു കുറച്ച് പഴം ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ജാറിനകത്തോട്ട് ഒലിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു 5 രൂപയുടെ ഹോർലിക്സിൻ്റെ എന്തോന്നാണ് പൊട്ടിച്ചിട്ടേക്കുന്നത് ഇതിനകത്ത്. ഹോർലിക്സ് 5 രൂപയുടെ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പാലും അതടിക്കാൻ വേണ്ടി കുറച്ച് പാലൊഴിച്ചു. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇച്ചിരി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കൂടെ ഇടാനുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. കണ്ടോ, അടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അടിയാനുണ്ട്. പാലിനിയും ഇതിനകത്ത് പഴം ഇതിനകത്ത് അടിയാനുണ്ട്. അപ്പം ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ ഒന്നും കൂടെ ഒന്നത് അടിച്ചുകൊണ്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് നല്ല രീതിയിൽ കുടിക്കാൻ പറ്റിയൊരു വയറ്റിനകത്തോട്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. അതുപോലത്തെ ഒരു ജ്യൂസാണ്. പഴം അടിയാനുണ്ട് ഇനി. അപ്പം നമുക്ക് ഇച്ചിരി പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ചിട്ട് ഇത് വീണ്ടും നമുക്കൊന്നും കൂടെ അടിച്ചുകൊണ്ട് വരാം. ഓക്കെ. പഴമൊന്നും അടിഞ്ഞിട്ടുണ്ടായോ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനൊന്ന് അടിച്ചിട്ട് വരട്ടെ കേട്ടോ മുത്തുമണികളെ. അപ്പോൾ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഞാനിതാണ്ട നല്ലപോലെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് പാല് കാച്ചി തണുപ്പിച്ചിവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്തൊരിച്ചിരി പാലിൻ്റെ കുറവ് കൊണ്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിനു വേണ്ടി ഞാൻ കുറച്ച് പാല് ഞാൻ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്, കാച്ചി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഈ കുറുകുറിപ്പിൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് നമുക്ക് ക്ഷീണത്തിന് കുടിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ചൂട് സമയത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ലൂസാക്കിയിട്ട് വേണം നമുക്ക് കുടിക്കേണ്ടത്. അപ്പോൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലപോലെ മിക്സാക്കി അതിനകത്ത് പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സാക്കി നമുക്ക് വയറിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അടിച്ചൊക്കെ വെച്ചെങ്കിലും ഇത് ഇനിയിപ്പോൾ ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണുപ്പെന്ന് പറഞ്ഞാൽ ചിലവർക്ക് തണുപ്പ് ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് തണുപ്പാക്കി ഒരു ശകലവും കൂടെ ഒന്ന് തണുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഈ പരുവത്തിലാക്കി എടുത്തേക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയൊരു പരുവമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ മുത്തുമണികളെ. എല്ലാവർക്കും ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കുടിക്കുക, നല്ലതാണ്. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കുടിക്കുന്നത്. ഓക്കേ. അപ്പോൾ ഞാനിതങ്ങനെയൊക്കെ ഒന്ന് പരുവാക്കിയെടുത്ത് ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ പോവാണ് കേട്ടോ. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വീണ്ടും തവി കൊണ്ട് നല്ലപോലെ ഒന്ന് കലക്കി അടിച്ചെടുത്ത് നമുക്കിത് കുടിക്കാം. അപ്പോൾ ഓക്കേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.